ഞാൻ മെസ്സേജ് ഓപ്പൺ ചെയ്തു. എനിക്ക് ഭയങ്കര അത്ഭുതമാണ്. കാരണം എന്നെക്കൊണ്ട് സാധിക്കാത്ത ഒരു സ്കോറാണ് എനിക്ക് മാതാവ് തന്ന് അനുഗ്രഹിച്ചത്. കാരണം അത് അനുഭവിച്ചറിയുന്നവർക്കേ മാതാവിൻ്റെ വലിയ അത്ഭുതങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അങ്ങനെ ഞാൻ ആലപ്പുഴ ജില്ലയിലെ പൊള്ളത്തെ ഇടവകയായ തിരുക്കുടുംബ ദേവാലയം ഇടവക അംഗമാണ്. ഞാൻ ഈ അൾത്താരയിൽ നിൽക്കുവാനുള്ള യോഗ്യത എൻ്റെ അമ്മ മാതാവ് തന്നതിന് ആദ്യമേ തന്നെ ഞാൻ എൻ്റെ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി സമർപ്പിക്കുന്നു. ഞാനൊരു വിദേശയാത്ര ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാനിവിടെ ഉടമ്പടി എടുത്തത്. അത് IELTS ആണ് ആദ്യമായി എന്നെ അഭിമുഖീകരിച്ച ഏറ്റവും വലിയൊരു പ്രശ്നം. കാരണം ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റാണ്. ഇംഗ്ലീഷ് പരിജ്ഞാനമൊക്കെ വളരെ പരിമിതമായൊരു വ്യക്തിയാണ്. കാരണം ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ച് വളർന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം IELTS എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായ ഒരു കാര്യമായിരുന്നു. ഞാൻ കോച്ചിങ് ക്ലാസ്സിൽ പോയി വീട്ടിൽ വൈകിട്ട് വന്നിരിക്കുമ്പോഴും എൻ്റെ അമ്മയോട് പറഞ്ഞപ്പോഴും ഞാൻ വിഷമിക്കുമായിരുന്നു. ഞാനിത് പഠിക്കേണ്ടിയില്ലായിരുന്നു, അത്രയ്ക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണിത്. അങ്ങനെ ദിവസവും ഞാൻ വന്നിരിക്കുമ്പോൾ അമ്മയോട് സംസാരിക്കുന്ന ഒരു ദിവസം ഞാൻ വീട്ടുമുറ്റത്ത് ഇരിക്കുമ്പോൾ ഒരു രൂപം എൻ്റെ വീട്ടുമുറ്റത്ത് കാണുന്നതായിട്ട് എനിക്ക് അത് തോന്നി. ഞാനങ്ങനെ അത് കുറച്ച് നേരം നോക്കിക്കൊണ്ട് നിന്നുകൊണ്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഇവിടെ ഞാനിരിക്കുന്ന ഈ കസേരയിലൊന്ന് വന്നിരുന്ന് നോക്കൂ, അവിടെ എന്തെങ്കിലും അമ്മയ്ക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ അമ്മ ഞാനിരുന്ന കസേരയിൽ വന്നിരുന്ന് നോക്കിയപ്പോൾ അവിടെ ഈ പുറകിലിരിക്കുന്ന എൻ്റെ അമ്മ മാതാവിൻ്റെ രൂപമാണ് അമ്മയ്ക്ക് കാണാൻ സാധിച്ചത്. കാരണം ഞാൻ അമ്മയോട് പറഞ്ഞില്ല എന്താണെന്നുള്ളത്, കാരണം അത് അമ്മയ്ക്ക് കാണാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ രൂപം കണ്ട ഉടനെ അമ്മ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായി. കാരണം മാതാവിൻ്റെ പടിക്കൽ വന്ന് നിന്നുകൊണ്ടാണ് വിളിക്കുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ ഫോൺ എടുക്കാവുന്ന നേരം കൊണ്ട് അമ്മ അത് ഒരു തൂവാല കൊണ്ട് തുടയ്ക്കുകയാണ് ചെയ്തത്. പിന്നെ അമ്മ കുളിച്ച് നമുക്ക് ഇവിടെ കൃപാസനത്തിൽ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ച് അച്ഛനോട് പറയാം. കാരണം ഞങ്ങൾക്ക് കിട്ടിയ ഒരു അനുഭവം എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാകും. പക്ഷേ എനിക്കും എൻ്റെ അമ്മയ്ക്കും കിട്ടിയപ്പോൾ അതിൻ്റെ ഒരു അനുഭവം മറ്റുള്ളവരോട് പറയുവാനായിട്ട് ഞങ്ങൾക്ക് വെമ്പൽ കൊള്ളുകയായിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ അറിയുകയുണ്ടായി ഉടമ്പടി എടുത്ത എല്ലാവർക്കും മാതാവ് പ്രത്യക്ഷപ്പെടുന്നുണ്ടെന്ന്. അങ്ങനെ ഞാൻ ഇറങ്ങാൻ നേരത്ത് ആ രൂപം കണ്ട സ്ഥലത്ത് ഞാൻ എൻ്റെ ഫോണിൽ 1-2 ഫോട്ടോ എടുക്കുകയുണ്ടായി. അതൊരു 6:30-7 മണി സമയമാണ്. കാരണം ആ ഫോട്ടോ ഓൾറെഡി പോയി. പക്ഷേ ഞാൻ ആ ഫോട്ടോ എടുത്തതിന് ശേഷം ഞാൻ ആ ഫോൺ എടുത്തപ്പോൾ അത്ഭുതകരമായ 2 ഫോട്ടോകളാണ് എനിക്ക് പതിഞ്ഞത്. ഞാനിങ്ങോട്ട് കയറി വരുന്ന എൻട്രൻസിൽ ഒരു ഹാളിലിരിക്കുന്ന അമ്മ മാതാവിൻ്റെ ഫോട്ടോയാണ് എൻ്റെ ഫോണിൽ പതിഞ്ഞത്. അത് എനിക്കൊട്ടും വിശ്വസിക്കാൻ പറ്റിയില്ല. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനും 1-2 ഫാമിലിക്കൊക്കെ അയച്ചു കൊടുത്തു. അവർക്കും അത് അങ്ങനെ തന്നെയാണ് തോന്നിയത്. കാരണം കൃപാസനത്തിൽ അവരും വരുന്നവരാണ്. അങ്ങനെ ഞാനന്ന് വന്നിരുന്നെങ്കിലും ഒരു ഉടമ്പടി ഞാൻ എടുത്തില്ല. അന്ന് പ്രാർത്ഥിച്ച് ഞാനിവിടെ വരുന്നതാണ് എപ്പോഴും. കാരണം ഞാൻ ഇവിടെ അടുത്താണ് താമസിക്കുന്നത്. ഞാൻ ആഴ്ചയിൽ വരും, മാസങ്ങളിൽ വരും. പക്ഷേ ഞാനൊരു ഉടമ്പടി എടുത്തിട്ടില്ല. പിന്നെ അങ്ങനെ ഞാൻ IELTS പ്രിപ്പയർ ചെയ്തു, എക്സാം ഡേറ്റ് എടുത്തു. ജനുവരി 8-ാം തീയതി എക്സാം ആയിരുന്നു. എക്സാം എഴുതി. അത് റീഡിങ്ങിൽ എനിക്ക് സ്കോർ കുറവായി. എനിക്കത് അപ്ലൈ ചെയ്യാൻ പറ്റാത്തൊരു സ്കോറിൽ എനിക്കത് ഫെയിലായിപ്പോയി ഞാൻ. പിന്നെ എനിക്ക് മനസ്സിലായി മാതാവ് ഇവിടെ വരണം, നീ പ്രാർത്ഥിക്കണം, ഉടമ്പടി എടുക്കണം, നിന്നെ സഹായിക്കാൻ ഞാനുണ്ട് എന്നുള്ള ഉറപ്പിൽ എൻ്റെ പടിവാതിക്കൽ വന്ന് വിളിച്ചിട്ട് പോയി എൻ്റെ മാതാവിൻ്റെ അടുത്ത് വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. അത് ജനുവരി 2023 22-ാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. അന്ന് മുതൽ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളാണ് വന്നത്. കാരണം ഞാനെന്ന വ്യക്തി തന്നെ മാറി. കാരണം ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിയുന്ന മാസങ്ങളും ദിവസങ്ങളും വർഷങ്ങളുമായിരുന്നു ഈ 10 മാസം എന്ന് പറയുന്നത്. കാരണം IELTS എക്സാം മാതാവിനോട് ഒത്തിരി പ്രാർത്ഥിച്ച് ഞാൻ 3 മണി നേരത്തും 5 മണി നേരത്തും 2 മണി നേരത്തും എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ച് അരമണിക്കൂർ ചൊല്ലേണ്ട പ്രാർത്ഥന 1-2 മണിക്കൂറുകളും പ്രാർത്ഥിച്ച് വചനങ്ങൾ വായിച്ച് അതിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ ഈ എക്സാമിനും ഈ വിദേശയാത്രയ്ക്ക് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്തു. അങ്ങനെ ഞാൻ എക്സാം ഡേറ്റ് എടുത്തു. ഫെബ്രുവരി 11-ാം തീയതി എക്സാം ഡേറ്റ് എടുത്തു. ഞാൻ പോയി പരീക്ഷ എഴുതി. എനിക്ക് റിസൾട്ട് വരുന്ന ദിവസം ഞാൻ ഈ അമ്മ മാതാവിൻ്റെ നടയിൽ വന്നിരുന്നു കൊണ്ട് മെസ്സേജ് വന്നെങ്കിലും ഞാൻ പറഞ്ഞു, മാതാവേ, ഞാനിവിടെ മാതാവിനെ കാണിച്ചുകൊണ്ട് ഞാൻ ഈ മെസ്സേജ് ഓപ്പൺ ചെയ്യുള്ളൂ. അങ്ങനെ 9 വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് ഞാൻ മെസ്സേജ് ഓപ്പൺ ചെയ്തു.
എനിക്ക് ഭയങ്കര അത്ഭുതമാണ്. കാരണം എന്നെക്കൊണ്ട് സാധിക്കാത്ത ഒരു സ്കോറാണ് എനിക്ക് മാതാവ് തന്ന് അനുഗ്രഹിച്ചത്. കാരണം അത് അനുഭവിച്ചറിയുന്നവർക്കേ മാതാവിൻ്റെ വലിയ അത്ഭുതങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അങ്ങനെ ഞാൻ പിന്നെ അടുത്ത ഘട്ടത്തിലേക്ക് ഇൻ്റർവ്യൂ സെക്ഷനാണ്. അതിലും ഒത്തിരി കടമകളുണ്ടായിരുന്നു. പക്ഷേ മാതാവ് ഭയങ്കര വലിയ അത്ഭുതങ്ങൾ എനിക്ക് ഇൻ്റർവ്യൂവിലും തന്നു. അത് ജോസഫ് അച്ഛൻ്റെ അനുഗ്രഹം മേടിച്ചുകൊണ്ടാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. നിസ്സാരമായി എനിക്കത് വിജയിക്കുവാൻ സാധിച്ചു. കുറച്ച് സമയമെടുത്തുവെങ്കിലും മാതാവ് എന്നെ സഹായിച്ചു. ഞാൻ ഇൻ്റർവ്യൂ പാസ്സായി. ഇപ്പോൾ എനിക്ക് വിസ വന്നു. വിസ വന്നതും ഞാൻ മിക്ക ഞായറാഴ്ചയും ഞാനിവിടെ ജോസഫ് അച്ഛൻ്റെ ധ്യാനം കൂടാറുണ്ട്. ഇവിടെ വന്ന് ആ ധ്യാനം കൂടുന്നത് ഭയങ്കര ആത്മീയ അനുഭവമാണ്. അത് ഇവിടെ വന്ന് കൂടുന്നവർക്ക് അത് നന്നായിട്ടറിയാം. ഞാൻ അന്ന് അച്ഛൻ്റെ ഒരു വചനം ഞാൻ കേട്ടിരുന്നു. അച്ഛൻ പറഞ്ഞ വാക്കുകളാണ്, ഒരാമ നിരങ്ങിപ്പോകുമ്പോൾ ഉള്ള ആ ഒരു സമയം, ഒരു മനുഷ്യൻ ആ ആമയും കൊണ്ട് ഓടുമ്പോൾ എന്തോരം വേഗതയുണ്ടോ ആ വേഗതയിലായിരിക്കും ഇനി നിൻ്റെ കാര്യം നടക്കാൻ പോകുന്നതെന്ന്. അത് ഒരു 20 ദിവസം പോലും എടുക്കാതെ എൻ്റെ COSും വിസയും തന്ന് എൻ്റെ മാതാവ് അനുഗ്രഹിച്ചു. ആ ഞായറാഴ്ച ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഈ ഹാളിൽ ഒത്തിരി ഫോട്ടോസും മാതാവിൻ്റെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതിൽ അന്ന് എൻ്റെ കൂടെ എൻ്റെ അനിയത്തി കൂടി ഉണ്ടായിരുന്നു. അവളോട് ഞാൻ പറഞ്ഞു, അവൾ ജർമ്മൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അവൾ ഫെയിലായി. ഞാൻ പറഞ്ഞിട്ട് അവൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു, അവൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, നീ ഒരു ഡേറ്റ് എടുക്കും ഇവിടെ നിന്ന്. മാതാവിൻ്റെ ഫോട്ടോയിൽ നോക്കി ഞാനും ചേച്ചി ഒരു ഡേറ്റ് എടുക്കുന്നുണ്ട്. അങ്ങനെ എനിക്ക് ഈ സെപ്റ്റംബർ 27 ആ ഡേറ്റ് കിട്ടിയത്. പക്ഷേ അന്ന് ഞാൻ ഓർത്തില്ല മാതാവ് ആ ഡേറ്റ് എനിക്ക് എന്തിനാണ് തന്നതെന്ന്. പക്ഷേ ഈ 27-ാം തീയതി മാതാവിൻ്റെ കയ്യിൽ വിസ, പാസ്പോർട്ട് എൻ്റെ കയ്യിൽ തന്ന് അനുഗ്രഹിച്ചു. അത്രയും വലിയ അനുഗ്രഹങ്ങളാണ് എൻ്റെ മാതാവ് എനിക്ക് ചെയ്തു തന്നത്. ഇപ്പോൾ ഞാൻ ഒക്ടോബർ 11-ാം തീയതി എനിക്ക് ടിക്കറ്റ് വന്നു. എൻ്റെ വിദേശ യാത്ര എൻ്റെ മാതാവിലൂടെ എനിക്ക് സഫലമാക്കാൻ സാധിച്ചു. പിന്നെ എൻ്റെ രണ്ടാമത്തെ നിയോഗം എന്ന് പറയുന്നത്, എൻ്റെ മോൾക്ക് ഒരു ചെറിയ പനി വന്നതാണ്. ആ പനി ബ്രെയിനിലോട്ട് വരികയും അത് സ്പ്രെഡായി കഴിഞ്ഞാൽ അവൾക്ക് ബുദ്ധിമുട്ടാവുമെന്ന് പറഞ്ഞു. ചെറിയൊരു സ്ക്രാച്ച് പോലെ വന്നെങ്കിലും അവൾക്ക് സംസാരിക്കാനുള്ള ശേഷിയും നടക്കുവാനുള്ള ശേഷിയും പകുതിയോളം, ഒരു 3/4 ഭാഗത്തോളം പോയി. അവൾക്ക് ഒരാളുടെ സഹായമില്ലാതെ നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലായി. അങ്ങനെ ഞങ്ങൾ വണ്ടാന ഹോസ്പിറ്റലിൽ ചെന്നു. അവർ പറഞ്ഞു, കുറേ ടെസ്റ്റുകൾ പറഞ്ഞു, MRI, EG, പിന്നെ ബോൺ വാട്ടർ എടുത്തിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞങ്ങളാകെ ബുദ്ധിമുട്ടായി. ഞങ്ങൾ ഈ ചെറിയ പ്രായത്തിൽ ഞങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ട് മാതാവ് എന്തേ അങ്ങനെ തന്നു എന്നും പറഞ്ഞിട്ട്. പക്ഷേ എൻ്റെ മാതാവ്, ഞാൻ അന്ന് അമൃത ഹോസ്പിറ്റലിലോട്ട് കൊച്ചിനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ കൂടി ആംബുലൻസിൽ പോകുമ്പോൾ ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഞാൻ എൻ്റെ കുഞ്ഞിനെ കൈകളിൽ ഏൽപ്പിക്കുകയാണ്. എനിക്കൊന്നും ചെയ്യാനില്ല, മാതാവ് നോക്കിക്കോണമെന്ന് പറഞ്ഞിട്ട് പോയത്. 3-ാമത്തെ ദിവസം അവൾക്ക് ഭയങ്കര ക്രിട്ടിക്കലായിരുന്നു. അവൾക്ക് MRI ചെയ്തു. അതിൽ ചെറിയ സ്ക്രാച്ച് ഉണ്ടായിരുന്നു. അതിനുശേഷം അവൾക്ക് EG ചെയ്തു, ബോൺ വാട്ടർ എടുത്തു. അതിലൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ ഡോക്ടറിൻ്റെ റിസൾട്ടിൽ പറഞ്ഞത് അത് ചെറിയൊരു സ്ക്രാച്ച് മാത്രമാണ്, ഒരു 5 ഇഞ്ചക്ഷൻ കൊണ്ടത് മാറാവുന്ന കാര്യമേ ഉള്ളൂ. അങ്ങനെ അവൾ 4-ാമത്തെ ദിവസം നടക്കുകയുണ്ടായി. നടന്ന് സംസാരശേഷി അവൾ വീണ്ടെടുത്തു. ആ നിമിഷങ്ങളിലെല്ലാം ജോസഫ് അച്ഛൻ്റെ ധ്യാനമാണ് എൻ്റെ കുഞ്ഞിൻ്റെ ചെവികളിലേക്ക് ഞാൻ ഫോണിലൂടെ വെച്ചു കൊടുത്തത്. അത് കേൾക്കുമ്പോഴും അവൾക്ക് ഭയങ്കര ആഗ്രഹമാണ്, മാതാവിനെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എൻ്റെ ഈ പ്രാർത്ഥന അവൾ കാണാറുണ്ട്. എൻ്റെ വീട്ടിലിരുന്ന് എനിക്ക് ഈ സമയങ്ങളിലെല്ലാം 24 മണിക്കൂറിൽ ഉറക്കം കഴിഞ്ഞതിന് മുമ്പുള്ള ബാക്കിയുള്ള സമയങ്ങളെല്ലാം ഞാൻ ബൈബിൾ വായന, പ്രാർത്ഥന, പ്രേക്ഷിത പ്രവർത്തനം, വൃദ്ധസദനത്തിൽ പോവുക. ഞാൻ സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കി തന്നെ ഞാൻ ഇവിടെ കാട്ടൂർ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി 2 തവണ കൊടുത്തിട്ടുണ്ട്. പിന്നെ അർത്തിങ്കൽ ഹോസ്പിറ്റൽ, ഇവിടെയെല്ലാം ഞാൻ കയറി പ്രേക്ഷിത പ്രവർത്തനവും മാതാവിൻ്റെ വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരെ വിശ്വാസത്തിലേക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ എൻ്റെ ഫാമിലി ആണെങ്കിലും ഒത്തിരി പേർക്ക് അറിയാം ഞാൻ മാതാവിൻ്റെ കൂടെ നടക്കുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് നിനക്ക് ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട്, നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കൂടി ചെയ്യണമെന്ന്. അങ്ങനെ എൻ്റെ 2 ഫ്രണ്ട്സിന് വിസയുടെ ഇതുപോലത്തെ ഒരു പ്രോബ്ലം വന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അവർക്ക് മാതാവ് വഴി തെളിയിച്ചു കൊടുത്തു. പിന്നെ അങ്ങനെ എൻ്റെ കുഞ്ഞ് ഇപ്പോൾ നന്നായി സംസാരിക്കും, അവൾ നന്നായിട്ട് പാട്ട് പാടും, ഇപ്പോൾ നന്നായിട്ട് നടക്കും. ഞാൻ അവളെ കൊണ്ട് ഒരു പാട്ട് പാടിക്കാം. ഒരു നിമിഷവും ദൈവമേ സ്തുതി പാടിടും ഞാൻ,
ഒരു ശ്വാസത്തിനും ദൈവമേ ഇന്നാമം പാർത്തിടും ഞാൻ. ഇൻ സ്നേഹമാധുര്യ വാസരിച്ചങ്ങരെ ഭൂമിയിൽ മാലാകയായി പാറിപ്പറക്കും വാനിലെ ദൂതുമായി പാറി നടന്നിടും. പാറിപ്പറക്കും വാനിലെ ദൂതുമായി പാറി നടന്നിടും. ഒരു നിമിഷവും ദൈവമേ ഇൻ സ്തുതി പാടിയിടും ഞാൻ. ഒരു ശ്വാസത്തിനും ദൈവമേ ഇന്നാമം പാർത്തിടും ഞാൻ. ഇൻ സ്നേഹമാധുര്യ വാത്സരിച്ചങ്ങരെ ഭൂമിയിൽ മാലാകയായി പാറിപ്പറക്കും വാനിലെ ദൂതുമായി പാറി നടന്നിടും. പാറിപ്പറക്കും വാനിലെ ദൂതുമായി പാറി നടന്നിടും. അതിനുശേഷം മൂന്നാമത് എൻ്റെ ഒരു നിയോഗ പ്രാർത്ഥനയായിരുന്നു. എൻ്റെ അമ്മയുടെ അനിയത്തി ആൻറ്റിക്ക് ഒരു ചെറിയ ECG പ്രോബ്ലം ഉണ്ടായിരുന്നു. ECGയിൽ ഒരു ചെറിയ കുഴപ്പം കാണിച്ചു. അങ്ങനെ അതിനുശേഷം എക്കോ എടുക്കാൻ പറഞ്ഞു. ആ എക്കോയിലും ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. മൂന്നാമതൊരു ടെസ്റ്റ് കൂടി എടുക്കാൻ പറഞ്ഞതിൽ അതിലും ഒരു കോംപ്ലിക്കേഷനാണ് കാണിച്ചത്. ഞങ്ങളപ്പോൾ പരിചയമുള്ള ഒരു ഡോക്ടറിനോട് ചോദിച്ചു, ഡോക്ടറെ ഇത് എന്തെങ്കിലും നമ്മൾ പേടിക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ? അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇതാരാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ അമ്മയുടെ അനിയത്തിയാണ്, ഞാൻ മാതാവിനോട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ആൻറ്റിയെ. അപ്പോൾ ഡോക്ടർ പറയുന്നത് അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, നിങ്ങൾ പറയുകയൊന്നും വേണ്ട, അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, അത് ഓപ്പറേഷൻ എന്തായാലും വേണ്ടി വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഓപ്പറേഷൻ ഡേറ്റിൻ്റെ 2 ദിവസത്തിന് മുമ്പ് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ആൻറ്റിയെ കാണാൻ ചെല്ലുകയും മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി എൻ്റെ കാശുരൂപം ആൻറ്റിയുടെ നെഞ്ചിൽ വെച്ചുകൊണ്ട് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഞാനും ആൻറ്റിയുമായിട്ട് പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, ആൻറ്റി ഒന്നും സംഭവിക്കുകയില്ല, ആൻറ്റി പോയിക്കോ, ഞാൻ കൃപാസന മാതാവിൻ്റെ കയ്യിൽ ആൻറ്റിയെ ഞാൻ സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ ചെന്നതിന് ശേഷം ആദ്യം ആൻജിയോഗ്രാം ചെയ്യാൻ പറഞ്ഞു. ആൻജിയോഗ്രാം ചെയ്യാൻ കയറ്റിയപ്പോൾ ECG എടുപ്പിച്ചു. ECG എടുത്തപ്പോൾ അത്ഭുതകരമെന്ന് പറയട്ടെ, ECGയിൽ ഒരു കുഴപ്പവുമില്ലായിരുന്നു. രണ്ടാമത് എക്കോ കൂടി ഒന്നെടുത്ത് നോക്കട്ടെ എന്ന് പറഞ്ഞു. എക്കോ എടുത്തപ്പോൾ അതിലും ഒരു കുഴപ്പവുമില്ല. മൂന്നാമത്തെ ടെസ്റ്റിലും മാതാവിൻ്റെ വലിയ അത്ഭുതത്താൽ ഒരു കുഴപ്പവുമില്ലാതെ ആൻജിയോഗ്രാം ചെയ്തപ്പോൾ ആൻറ്റിക്ക് ഒരു കുഴപ്പവുമില്ല. ഒരു മെഡിസിനും വേണ്ടാതെ ആൻറ്റി അന്ന് രാത്രി തന്നെ ഡിസ്ചാർജായി. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി